ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പവർമാക്സ് ജംഗ്ഷൻ കുണ്ടന്തളം. കണ്ണൂർ ജില്ലാ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിലേക്ക് തൊഴിലാളി വേതനം കുടിശ്ശികയില്ലാതെ അടച്ച് ക്ഷേമ ബോർഡിന്റെ അവാർഡിന് അർഹനായ ചെറുപുഴ കായമാക്കൽ ട്രേഡേഴ്സ് ഉടമ തോമസ് കായമാക്കലിനെ KVVES ചെറുപുഴ യൂണിറ്റ് കമ്മിറ്റി അനുമോദിച്ചു. കഴിഞ്ഞ 40 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന തോമസ് തൊഴിലാളി ക്ഷേമ നിധിയിലേക്ക് ₹1 പോലും കുടിശ്ശികയില്ലാതെ വേതനമടച്ച് മാതൃകയായി. ഈ മാതൃകാപരമായ പ്രവർത്തനത്തിനാണ് അദ്ദേഹത്തിന് ഈ വർഷത്തെ അവാർഡ് ലഭിച്ചത്. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ATV രാജേഷ് സ്വാഗതം ആശംസിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് J. സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു ജേക്കബ്, യൂണിറ്റ് ഭാരവാഹി സെക്രട്ടറി സതീഷ് നെല്ലിയാങ്കുന്നത്ത്, കമ്മിറ്റി അംഗങ്ങളായ MV അനിൽ ബാബു, നിസ്താർ ഇരിക്കൂർ, MTP ഷാദുലി എന്നിവർ സംസാരിച്ചു. തൊഴിലാളി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിലെ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കൃത്യമായി കഴിഞ്ഞ മാർച്ച് വരെ കൃത്യമായി തുക അടച്ച് അതിൻ്റെ കണക്ക് സമർപ്പിച്ച ചെറുപുഴയിലെ അവരുടെ അവാർഡിന് അർഹനായ ചെറുപുഴയിലെ കായമാക്കൽ ഏജൻസീസ് ഉടമ തോമസിന് ഒരു അനുമോദനം നൽകുന്നതാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇന്ന് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് മുൻ പ്രസിഡന്റ് ഉള്ള വ്യാപാരി സുഹൃത്തുക്കളെ, ഭാരവാഹികളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, നമുക്കറിയാം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അംഗീകാരമാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ചെറുപുഴ യൂണിറ്റിലെ വ്യാപാരിയും മെമ്പറുമായിട്ടുള്ള ശ്രീ തോമസ് കായമാക്കലിന് ലഭിച്ചിരിക്കുന്നത്. തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്നതിന് ശേഷം അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുഴുവൻ വ്യാപാരികളും തൊഴിലാളികളുടെ വേതനം പിരിച്ച് കൃത്യമായിട്ട് എല്ലാ മാസവും അടയ്ക്കണം എന്നതാണ് ചട്ടം, നിയമം. ആ ഒരു കർത്തവ്യം കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ് ശ്രീ കായമാക്കൽ തോമസ് അവർ. എല്ലാ മാസവും കൃത്യമായി നിശ്ചിത രീതിയിൽ തന്നെ ആ പണം അടയ്ക്കുക എന്ന ആ ജോലി ഏറ്റെടുത്തുകൊണ്ട് വളരെ വിജയകരമായി അത് പൂർത്തീകരിച്ചു വരികയാണ്. കണ്ണൂർ ജില്ലാ ക്ഷേമനിധി ബോർഡിൻ്റെ കീഴിൽ 10 പേരെയാണ് ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെ കൃത്യതയോടുകൂടി മാർച്ച് 31-നുള്ളിൽ കുടിശ്ശികയൊന്നുമില്ലാതെ ആ തുക അടച്ചതായിട്ട് ബോർഡ് കണ്ടെത്തുകയും അവരെ തിരഞ്ഞെടുക്കുകയും അവരെ അനുമോദിക്കുകയും കേശവാർഡ് നൽകി അവരെ അനുമോദിക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു സന്തോഷത്തിൽ ചെറുപുഴയിലെ വ്യാപാരി സമൂഹവും പങ്കുചേരുകയാണ്. കാരണം നമ്മുടെ ചെറുപുഴ യൂണിറ്റിലെ ഒരു മെമ്പറായിട്ടുള്ള അദ്ദേഹം ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ വിഹിതം അടയ്ക്കുന്ന കാര്യത്തിലും അത് കൃത്യ ഡേറ്റിനുള്ളിൽ തന്നെ അടയ്ക്കുന്ന കാര്യത്തിലും കൃത്യതയോടുകൂടി ആ ജോലി നിർവഹിച്ചു വന്നിരിക്കുകയാണ്. ഇത് വളരെ മാതൃകാപരമാണ്. കാരണം തൊഴിലാളികളുടെ വേതനം നമ്മൾ തന്നെ പിരിച്ച് അത് സൂക്ഷിച്ച് അത് കൃത്യമായി ബാങ്കുകളിൽ അല്ലെങ്കിൽ ഓഫീസിൽ കൊണ്ടുപോയി അടയ്ക്കുക എന്ന് പറയുന്നത് ഒരു അധിക ജോലിയാണ്. പക്ഷേ കൃത്യതയോടുകൂടി അദ്ദേഹം അത് നിർവഹിച്ചിരിക്കുന്നു. അതിനുള്ള അംഗീകാരം ലഭിച്ചിട്ട് അതിൽ ചെറുപുഴ യൂണിറ്റിനെ അദ്ദേഹത്തെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോലി ചേർന്നിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ ആ കർത്തവ്യബോധം ഒരു വ്യാപാരി എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച അദ്ദേഹത്തിന് ചെറുപുഴ യൂണിറ്റിൻ്റെയും വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും പേരിൽ എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുന്നു. നമുക്ക് പരിചിതമല്ലാത്തതും കേരളത്തിൽ തന്നെ ചുരുക്കം വികസിത ടൗണുകളിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന ബാറ്ററി റീജനറേറ്റിംഗ് സംവിധാനം ഇപ്പോൾ ചെറുപുഴയിലും. പവർമാക്സ് ജംഗ്ഷൻ കുണ്ടന്തളം. ചാർജ് തീർന്ന ഇൻവെർട്ടർ, സോളാർ, വാഹന ബാറ്ററികൾ ജർമ്മൻ ടെക്നോളജിയിലൂടെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കി നൽകുന്ന ചെറുപുഴയിലെ ഒരേയൊരു സ്ഥാപനം. ചെറുപുഴ കുണ്ടന്തടം മാരുതി സർവീസ് സെന്ററിന് എതിർവശത്തായി പ്രവർത്തിച്ചു വരുന്നു. പവർമാക്സ് ജംഗ്ഷൻ കുണ്ടന്തളം. ഫോൺ 9846163138.